ജോർജിയ ഗുഡോറി റിസോർട്ടിൽ വിഷവാതകം ശ്വസിച്ച 11 ഇന്ത്യക്കാർ മരിച്ചതായി ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാർ. തപ്സിലിയിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് മരിച്ചവരെല്ലാവരും തന്നെ ഒരു റൂമിൽ താമസിച്ചിരുന്നവരായിരുന്നു. ആ റൂമിലേക്ക് ശക്തമായ രീതിയിൽ ഈ പുക ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ഗുഡോറിയിലെ ഈ റെസ്റ്റോറന്റും അതുപോലെ തന്നെ റിസോർട്ടുകളും ചേർന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിലെ ഇവർ താമസിച്ചിരുന്ന ജീവനക്കാർ 11 ഭാരതീയരായ ജീവനക്കാരും അതുപോലെ തന്നെ ഒരു ജോർജിയക്കാരനും താമസിച്ചിരുന്ന മുറിയിലേക്കാണ് ഈ പുക ഇരച്ചു കയറിയത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് സ്വാഭാവികമായ നിശബ്ദമായ മരണം സംഭവിക്കുക, അതായത് പ്രതികരിക്കുന്നതിന് മുമ്പേ തന്നെ മരണം സംഭവിക്കുന്ന ഒരു രീതിയാണ് ഈ പോയ്സണിങ്ങിന് ഉണ്ടാകുന്നത്. ഇത് ഗൗരവതരമായ ഒരു കുറ്റകൃത്യം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നതിന്റെ പ്രധാന കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ജനറേറ്റർ, അതായത് ഇത്തരത്തിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തില് ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്റർ ഇതിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇത് കറണ്ട് പോയ സമയത്ത് ഈ ജനറേറ്റർ സ്വമേധയാ ഓപ്പൺ ആവുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ജനറേറ്ററിന്റെ എവിടുന്ന് വന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളിലെല്ലാം തന്നെ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു നീക്കമാണ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എന്നാണ് സൂചനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എംബസി എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 11 പേരെ എംബസിയിൽ നിന്നും ഭാരതീയരായവരെ എംബസിയിൽ നിന്നും കൃത്യമായി ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരുടെ കുടുംബാംഗങ്ങളെ വിവരമറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ജോർജിയ സ്വദേശി തന്നെയാണ്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ടിബ്ലിസിലെ ഇന്ത്യൻ എംബസി ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഉൾപ്പെടെ പുറത്തിറക്കിയിരിക്കുന്നത്. വിഷ്ണു, ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.